ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഡബിൾ ബോർഡാണ്. അത്യാവശ്യം നല്ല മെഷീനാണ്, സായയുടെ മെഷീനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വെൽഡ് ചെയ്യുന്നവർക്കൊക്കെ ഈ മെഷീനെ പറ്റി നന്നായിട്ട് അറിയാം. അപ്പോൾ സാധാരണ കണ്ടുവരുന്ന ഒരു കംപ്ലൈൻറ്റ് തന്നെയാണ്, റാഡ് സ്പാർക്കിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, കത്തില്ല ശരിക്ക്. നമുക്ക് ക്ലിയർ ആയിട്ട് വെൽഡ് ചെയ്യാൻ പറ്റില്ല, ചെറിയൊരു സ്പാർക്കിങ് മാത്രമേ വരുള്ളൂ. ഡിസ്പ്ലേയിൽ ആംബിയർ കാര്യങ്ങളൊക്കെ കാണിക്കും, നമ്മൾ കൺട്രോൾ തിരിക്കുമ്പോൾ ആംബിയറും കാര്യങ്ങളൊക്കെ കാണിക്കും, 200 വരെ കാണിക്കും. പക്ഷേ വെൽഡിങ് റാഡ് കത്തില്ല. അതാണ് ഈ സെറ്റിന്റെ കംപ്ലൈന്റ്. അപ്പോൾ ഒരുവിധം ഒട്ടുമിക്ക എല്ലാ മെഷീനുകളിലും വരുന്ന ഒരു കംപ്ലൈന്റ് ആണത്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റുകൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 കംപ്ലൈന്റുകൾ വരാണ്ട്. ഒന്ന് ഓൺ ആവില്ല, ഒന്ന് വെൽഡിങ് മെഷീൻ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ടാണ് കാണിക്കുക, ഫീസ് അടിച്ചു പോകുക, അല്ലെങ്കിൽ ട്രിപ്പ് ആവുക. പിന്നെയുള്ള കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസിലൈറ്റ് കത്തുക, റാഡ് സ്പാർക്ക് ചെയ്യാൻ പോയിട്ട് ഓസിലൈറ്റ് കത്തി നിൽക്കുക, റാഡ് കത്തില്ല. പിന്നുള്ള കംപ്ലൈന്റ്, 4ാമത്തെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഡ് കത്തില്ല, സ്പാർക്ക് ചെയ്യും, ഓസിലൈറ്റ് കത്തുന്നില്ല. അങ്ങനെയുള്ള കംപ്ലൈന്റുകളാണ് ഈ സാധാരണ ഒരുവിധം വെൽഡിങ് മെഷീനുകളിൽ വരാറ്. അപ്പൊ അങ്ങനെ ഷോർട്ട് ആവുക കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ IGBT, അതേപോലെ മീഡിയയിലാണ് IGBT എന്ന് പറയുന്നത്, അടിയിലുള്ള ഡയോഡാണ്. അപ്പോൾ അടിയിലുള്ള ഡയോഡ് അത് കൂടാഞ്ഞിട്ട് വേറെ ബ്രിഡ്ജ് ഡയോഡ് മെയിൻ സപ്ലൈയിൽ അടിയിൽ ഈ മഞ്ഞ വയർ പോയി കൊടുത്തിട്ടുണ്ട്. ഈ കപ്പാസിറ്ററിന്റെ ബോർഡിലേക്ക് മെയിൻ സപ്ലൈയിൽ വരുന്ന ഒരു 2 ഡയോഡ് വേറെ ഉണ്ടാവും, ബ്രിഡ്ജ് ഡയോഡ്. അതൊക്കെയാണ് കംപ്ലൈന്റ് വരിക ഷോർട്ട് കാണിക്കാന്ന് പറയുമ്പോൾ. പിന്നെ സപ്ലൈ തീരെ വരാണ്ടിരിക്കുക, സപ്ലൈ ഇതിലേക്ക് കയറുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ബോർഡിലേക്ക് വരുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതല്ലാണ്ടുള്ള കംപ്ലൈന്റുകൾ ഈ കംപ്ലൈന്റുകളാണ് വരിക. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓസിലൈറ്റ് കത്തുക, അതേപോലെ ഓൺ ആവാതിരിക്കുക, IGBT കാര്യങ്ങളൊന്നും കംപ്ലൈന്റ് ഇല്ലാണ്ട് ഇത് ഓൺ ആവാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കംപ്ലൈന്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡ്, ഇത് പൾസ് ബോർഡാണ്. അപ്പൊ ഈ ബോർഡാണ് കംപ്ലൈന്റ് വരിക. പൾസ് ബോർഡ് എന്നാണ് എൻ്റെ അറിവില്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ ഈ സാധനം സർവീസ് ചെയ്യുന്നല്ലാണ്ട് ഇതിന്റെ പേരുകൾ, ബോർഡിന്റെ പേരുകൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ അത് കാരണം ഒന്ന് ഈ ബോർഡ് കംപ്ലൈന്റ് വരുന്നത്. പിന്നെ ഈ റാഡ് കത്താണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൺട്രോൾ ബോർഡാണ് മെയിൻ ആയിട്ട് കംപ്ലൈന്റ് വരിക. ഇതാണ് കൺട്രോൾ ബോർഡ്. അപ്പോൾ ഈ ബോർഡുകൾ രണ്ടുമാണ് കംപ്ലൈന്റ് വരിക. അപ്പൊ ഇതേപോലത്തെ ബോർഡുകളും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ബോർഡുകൾ, അതേപോലെ IGBTകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഏത് ബോർഡ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരും, ഏത് വെൽഡിംഗ് മെഷീൻ്റെ വേണമെങ്കിലും. അപ്പോൾ ഒരുവിധം 200ന്റെ ഡബിൾ ബോർഡ്, അതായത് സിംഗിൾ ബോർഡ്, അങ്ങനെയുള്ള എല്ലാ ബോർഡുകളും വേണമെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് അയച്ചു തരാൻ. കിട്ടാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന്റെ കറക്റ്റ് നമ്പറും കാര്യങ്ങളും, ബോർഡിന്റെ മീതെ ഒരു നമ്പറും കാര്യങ്ങളും, അതിന്റെ ഫോട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയച്ചു തരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബോർഡുകൾ നമ്മൾ കറക്റ്റായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ബോർഡിൽ റാഡ് കത്താത്താണ് പ്രശ്നം. അപ്പോൾ നമ്മൾ സർവീസിങ് കാണിക്കാണ്ടിരുന്ന് വേറെ ഒന്നല്ല, ഈ ബോർഡ് ഊരിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശം പാട് പിടിച്ചൊരു പണിയാണ്. അപ്പോൾ അതിന്റെ കാലുകൾ അങ്ങനെയാണ്, അത്യാവശ്യം കാലുകളുണ്ട്. ഈ കാണുന്നതാണ് ഇതിന്റെ കാലുകൾ കംപ്ലീറ്റ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഊരി എടുത്തിട്ട് മാറ്റാന്നാണ് കുറച്ച് പണിയുണ്ട്. അത് കാരണമാണ് വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, അത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ബോർഡ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതാണ് ബോർഡ്. നമ്മൾ പുതിയ ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബോർഡ് വെച്ചിട്ടുള്ളത്. പിന്നെ മറ്റേ ബോർഡ് ഞാൻ പറഞ്ഞത് ഈ ബോർഡാണ്. അതിനകത്ത് ഈ 2 ബോർഡാണ് നമ്മൾ മാറ്റിയത്. അതേപോലെ IGBT ഡയോഡ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും കംപ്ലൈന്റ് ഇല്ല. അപ്പോൾ വെൽഡിംഗ് മെഷീൻ നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് റാഡും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. നമ്മൾ റാഡ് ഫുള്ളായിട്ട് കത്തിച്ച് നോക്കിയതാണ്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.